ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ റീഡിംഗ് ആണ്. ഈ തേർഡ് പാർട്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത ആ വ്യക്തിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ എനർജി ഒരു കാം എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ വ്യക്തിനെ ചേസ് ചെയ്ത് മടുത്തു. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഈ വ്യക്തിനെ തന്നെ മതി, ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഭയങ്കരമായിട്ട് മടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു റീസെന്റ് ആയിട്ട് നിങ്ങൾ എല്ലാം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഒരു റീസെന്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം ഒരു എന്താ പറയാ, നിങ്ങൾ ഒരുപാട് ഇവരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത് തന്നെ എന്തോ സംഭവം നടന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം ഒരു പാതി മനസ്സോടെ പോകുന്ന പോലെയാണ്. ഇവന്തോ നിങ്ങൾ ഇവരുടെ റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ എന്തോ ആണേലും എല്ലാം നിങ്ങൾക്ക് തന്നെ ഒരു മടുത്ത ഒരു സിറ്റുവേഷൻ, ഒരു പാതി മടുത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ഒരാളോട്, ഓക്കെ, അവരുടെ ഫീലിങ്സ് മറച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഇവരെ ആയിരിക്കാം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം. എന്തായാലും അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷെ അവരുടെ ഫീലിങ്സ് അവർ മറച്ചു വെക്കുകയാണ്. അതാണ് കാണാൻ കഴിയുന്നത്. സോ ഇവന്തോ നിങ്ങളെല്ലാം ഹാഫ് ഹാർട്ടഡ്ലി ആണ് ചെയ്തെങ്കിലും, ഒരു പാതി മനസ്സോടെയാണ് ചെയ്തെങ്കിലും, നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു സ്റ്റെബിലിറ്റി, ഒരു കണക്ഷൻ, ഒരു അട്രാക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കാര്യം ഇപ്പൊ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ഫുള്ളി കാമാണ്, എല്ലാം സേഫായിട്ട് പോവാണോ എന്തുവാണോ. നിങ്ങളിപ്പോൾ ഒരു കാം സ്റ്റേറ്റിൽ നിന്നിട്ട് വരുന്നിടത്ത് വെച്ച് കാണട്ടെ, ആ ഒരു മനസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത പേഴ്സണുമായിട്ട് ഇപ്പൊ അവർക്ക് ഫീൽ ചെയ്യുന്നത് വെറും ഒരു ഓപ്ഷനാണ്. ഈ വ്യക്തിക്ക് അവരോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല. അവരെ വെറുതെ ഒരാൾ പോകുമ്പം, ഒരാൾ പിണങ്ങിയിരിക്കുമ്പം സ്നേഹിക്കാനുള്ള ഒരാളും അങ്ങനെ ഒരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓക്കെ, ഈ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് നല്ലോണം കാണുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ബർത്ത്ഡേ ആയിട്ട് കണക്ട് ചെയ്ത് എന്തോ ഒരു ഡീലിങ്സ്, അപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വലിയൊരു ഒരു ഫിനാൻസ് എവിടെയോ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോഴും അവർക്ക് തോന്നുന്നത്, ഈ തേർഡ് പാർട്ടിക്ക് തോന്നുന്നത് അവരൊരു ഓപ്ഷൻ മാത്രമാണ്. ഇവന്തോ ചില ദിവസങ്ങൾ അവർക്ക് ഗുഡ് ഡേയ്സ് വരാം, പക്ഷെ നാളെ ആകുമ്പോൾ അത് ബാഡ് ഡേയ്സ് ആകാം. അങ്ങനെ അവർക്ക് ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട് ഇവരിവിടെ നിൽക്കുന്നത് ശരിയാണോ. ഒരു ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇവർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരെയും ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരിൽ നിന്ന് ഓടിപ്പോവാനോ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരിക, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ പോകുന്നെങ്കിൽ പോക്കോ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പുറകിന് ഓടി വരത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഫേമായിട്ട് നിങ്ങൾ നിൽക്കുവാണ്. അതാണ് ഏറ്റവും നല്ലൊരു ഒരു ആറ്റിറ്റ്യൂഡാണത്. ഒരു സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നമുക്ക് വേണം. നിങ്ങളൊരു ഹെൽത്തി ബൗണ്ടറിയാണ് ഈ പേഴ്സണായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് ഒരു ഒരു അബാൻഡൻ ചെയ്ത് എന്നെ ഒറ്റപ്പെടുത്തുന്നോ അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് ഈ ഒരു വ്യക്തി ഇപ്പം. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ വ്യക്തി പക്ഷെ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കാര്യം തീരുമാനമെടുക്കണം. അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സും ഈ തേർഡ് പാർട്ടിയോടുള്ള ട്രൂ ഫീലിങ്സും കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്. അവരിവിടെ ഹോണസ്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഒരു എംപ്രസ് അവരുടെ സ്പേസ് ക്ലെയിം ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്യൂൻ അവരുടെ സ്പേസ് ക്ലെയിം ചെയ്ത് ഞാൻ ഇവിടുന്ന് മാറുന്നില്ല, എൻ്റെ മനസ്സ് തർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്തോ സിറ്റുവേഷൻ അടുത്തത് വരുന്നു, അത് ഈ പേഴ്സൺ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൊണ്ടുവരുന്നു, എന്തുമായാലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്ന അത്രയും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ നിങ്ങളൊരു യുദ്ധത്തിന് എടുക്കുന്ന പോലെ ഒരു
കിങ് അല്ലെങ്കിൽ ക്യൂൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ, അത്രയും സ്ട്രോങ് ആണ് ഇമോഷണലി നിങ്ങൾ. പക്ഷെ ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരോട് പോയി ഈ ഒരു ലവറിനോട് പോയി നിങ്ങൾ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റിനോ ഒന്നും നിങ്ങൾ പോകാൻ റെഡിയല്ല. പക്ഷെ അവരിങ്ങോട്ട് സംസാരിക്കാൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു അത്രയും കോണ്ടാക്ട് ഉള്ള സിറ്റുവേഷൻ ആയിട്ടല്ല കാണുന്നത്, ഓൾമോസ്റ്റ് നോ കോണ്ടാക്ട് ആണ് കാണുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും അവരെന്ത് പറയാൻ വന്നാലും നിങ്ങൾ അതിന് ഫുള്ളി തയ്യാറെടുത്തിരിക്കുവാണ്. അതിനുള്ള റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും, റിപ്ലൈ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലെല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒന്നും കൂടെ നോക്കുവാണെങ്കിൽ പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പം ഇവരുടെ മനസ്സെന്ന് വെച്ചാൽ ഇവര് ഇവരുടെ ഇൻസ്റ്റിങ്ക്റ്റ്, ഇവരുടെ മനസ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ അവിടെ കാണും, നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല. ഇത് പണ്ടും നിങ്ങൾ തമ്മിൽ ഫൈറ്റും ആർഗ്യുമെന്റും ഇതുപോലെ നോ കോണ്ടാക്ട് ഉണ്ടായിട്ടും നിങ്ങൾ അവരുടെ പുറകിന് ചെന്നിട്ടുണ്ട്. അപ്പം ചെന്നിട്ടുണ്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അവരതുകൊണ്ട് കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ അവിടെ തന്നെ കാണും. അവർ നിങ്ങളുടെ പുറകിന് ഓടി വരാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട, എപ്പോൾ വേണമെങ്കിലും പുറകിന് ചെന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ കാണും എന്നൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറയുന്നത് വെച്ചാൽ ഇവര് എങ്ങോട്ടോ മാറുവാണ്, ഇവർ ദൂരോട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവര് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ദൂരോട്ട് പോകുന്ന പോലെ, മീൻസ് ഇവര് ദൂരോട്ടെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത് ഫിസിക്കലി മൂവ് ചെയ്യണമെന്നല്ല, മനസ്സുകൊണ്ട് എന്തോ ആരോ ഇവരിലൊരാൾ ദൂരോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല. നിങ്ങളുടെ അവര് നിങ്ങളെ പറ്റി ഒന്നും സംസാരിക്കുകയോ ഒന്നും തന്നെ നിങ്ങളൊരു ടോപ്പിക് ആവുന്നത് പോലും ഇല്ല അവരുടെ ഇടയിൽ. ഓക്കെ, സോ ഇവര് ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഫിനാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. അപ്പൊ ഇവര് മാറിപ്പോകുന്നത് ഇവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരൊന്നെങ്കിൽ ഇപ്പം മാറിപ്പോയിട്ടുണ്ടാകാം. ഓക്കെ, ഒന്നെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പം ഇത് നടന്നിട്ടുണ്ട്, ഇവർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം അപ്പം ഇവർക്ക് അത് ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരൊട്ടും പ്രതീക്ഷിച്ചുമില്ല. അത് മാത്രമല്ല ഇവര് ആ ഒരു പോകുന്നത് ഒരു ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ പോകാനിരിക്കുന്നു അല്ലെങ്കിൽ പോയത് ഓർത്ത് ഇവര് അതിനെ ഓർത്ത് ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഇവർ പോയല്ലോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കാർഡ് നോക്കുവാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, ഇപ്പം ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ആരും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ആരും ഉള്ളതായിട്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളോട് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊരു ലവ് ആവണമെന്നില്ല. നിങ്ങളുടെ വിഷമഘട്ടത്തിലും നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ ഇപ്പോഴും ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് റിലേഷനിലാവണം, അല്ലെങ്കിൽ കൂടുതൽ റിലേഷൻ ആവണമെന്നല്ല, അല്ലാതെ തന്നെ കൂടുതലൊന്ന് അറ്റാച്ച്ഡ് ആവണം എന്നുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആരെയോ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരും ഇപ്പൊ കളിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ആരെയോ ഇതുപോലെ സ്നേഹിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ട് ചെയ്യാൻ ഒരാൾ ഉള്ളത് പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.